ഹായ്, വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഞങ്ങളങ്ങനെ ഗുരുവായൂരെത്തി. വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസമാണ് നാളെ അരങ്ങേറ്റം. ശരിക്കും എൻ്റെയും നന്ദുവിൻ്റെയും അരങ്ങേറ്റം എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്, എന്താണ് ഒരു പ്രത്യേകതരം വികാരത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ റെഡിയായി. ഇതാണ് ഡ്രസ്സ് അമ്മ തന്ന ഓണക്കോടി. ഞാനന്ന് ഓണ വ്ളോഗിൽ കാണിച്ചുള്ളത് ഇതാണ്. ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുകയാണ്. ഞാനും അമ്മയും മുരളിയേട്ടനും അച്ഛനും അപ്പുറത്തെ മുറിയിൽ അവരിറങ്ങി ഓൾറെഡി. അപ്പം ഞങ്ങൾ ഇച്ചിരി ലേറ്റായി ഇറങ്ങാൻ പോകുന്നതുകൊണ്ട് ഞാനും അമ്മയും കൂടെ റെഡിയാവാൻ. അപ്പം അവർ അമ്പലത്തിലെത്തി ഓൾറെഡി. ഞങ്ങളിപ്പോൾ ഇറങ്ങാൻ പോകുന്നു. അപ്പോൾ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഇപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി അമ്പലത്തിലോട്ട് ഇറങ്ങുന്നതിന് മുമ്പ്. ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ തൽക്കാലം പറയാൻ. വേറെ ഒന്നും വരുന്നില്ല വീഡിയോയിൽ പറയാനായിട്ട്. ബാക്കി നമുക്ക് നാളെ അരങ്ങേറ്റത്തിൻ്റെ ദിവസം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കും. ഇന്ന് സെപ്റ്റംബർ 21, 2024. രാത്രിയിൽ കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ല. ഓരോ 1 ഹവറും ടൈം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ് വികാരം എന്നൊന്നും എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. ഇന്നലെ അമ്പലത്തിൽ പോയപ്പോഴും അങ്ങനെ ആയിരുന്നു. യൂഷ്വൽ ഞാൻ ഗുരുവായൂർ വരുമ്പോൾ ഉള്ളൊരു ഫീലിംഗ് ആയിരുന്നില്ല കേട്ടോ. ഞാൻ ഗുരുവായൂർ വരുമ്പോഴൊക്കെ പറയാറുണ്ട്, നാലമ്പലത്തിനകത്ത് ഇങ്ങനെ കുറേ നേരം ഞാൻ തൊഴുതിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കാറുണ്ട് നാലമ്പലത്തിനകത്ത്. അപ്പം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാം, നമുക്ക് അവിടെ ഇരിക്കുമ്പം ഇങ്ങനെ കൃഷ്ണനോട് സംസാരിക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇന്നലെ ഇരുന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, എന്തൊക്കെ ഓവർകം ചെയ്താണ് ഈ ഒരു ദിവസത്തിലോട്ട് ഇങ്ങനെ എത്തിയതെന്ന്. ആ ഒരു കഴിഞ്ഞ ആ ഒരു 4 വർഷങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇതിപ്പം അരങ്ങേറ്റമാണെങ്കിലും 1 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമാണ് ഈ ദിവസത്തിലോട്ട് എത്താൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ ഇതൊക്കെ ഇങ്ങനെ അറിയത്തില്ലായിരുന്നു. വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു എനിക്കിത് ചെയ്യാൻ പറ്റുമോ. ഈ എൻ്റെ ഒരു മെൻ്റൽ കണ്ടീഷനും ഫിസിക്കൽ കണ്ടീഷനും ഒക്കെ വെച്ചിട്ട് എനിക്കറിയത്തില്ലായിരുന്നു, നടക്കുമോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ലായിരുന്നു. പല പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നുപോയി. ഞാൻ തന്നെ എന്നിട്ട് മുരളിയോട് പറഞ്ഞു, ദൈവം എനിക്കൊന്ന് ബോധത്തോടെ ഇരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു സെപ്റ്റംബർ 21 വരെ ഞാൻ പറഞ്ഞു. കാരണം ചില ദിവസമൊക്കെ ഇങ്ങനെ പാനിക് അറ്റാക്ക് വന്ന് അൺകോൺഷ്യസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ഉണരുമോ എന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാത്ത പോലെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ എനിക്ക് ആ ഒരു ദിവസം വരെ ഒന്ന് പോയി കിട്ടിയാൽ മതി എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ അവസാനം ആ ദിവസം എത്തിച്ചേർന്നു. അങ്ങനെ ഇന്നലെ എന്തൊരു യാദൃശ്യമായിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ കണ്ടു. അല്ലാതെ തന്നെ നന്ദുവിൻ്റെ കൂടെ ഡാൻസ് പഠിച്ചൊരു കുട്ടിയുടെ അമ്മ, വൈഷ്ണവിയുടെ അമ്മയെ കണ്ടു, രാഗിയെ കണ്ടു. അപ്പോൾ രാഗി പറഞ്ഞു, രാഗിയും എന്നോടല്ല പറഞ്ഞു, എനിക്ക് രാഗിയെ കണ്ടപ്പം ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പം രാഗി അമ്മയോട് പറഞ്ഞെന്ന് പറഞ്ഞു. രാഗി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നിശ്ചയെന്ന് കാണാൻ പറ്റണേ, അരങ്ങേറ്റത്തിൻ്റെ അറിഞ്ഞായിരുന്നു, അപ്പോൾ കാണാൻ പറ്റണേ. രാഗി 12 ദിവസം ഭജന ഇരിക്കാൻ വന്നതാണ്. അപ്പം അവർ ദുബായിലാണ്, പക്ഷെ ഇവിടെ വന്നതാണ് അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഇന്ന് പെർഫോമൻസ് കാണാനുണ്ടാവും. വൈഷ്ണവിയും നന്ദുവിൻ്റെ കൂടെ ഡാൻസ് പഠിച്ചിരുന്നതാണ്, അരങ്ങേറ്റം പെർഫോം ചെയ്യാനിരുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, നന്ദുവും ഞാനും കൂടെ ചെയ്യുന്നതായിട്ടാണ് എനിക്കൊരു ഫീലിംഗ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് ഈ ഒരു ദിവസം വരെ എത്തി. അപ്പം കൃഷ്ണനും നന്ദുവും എനിക്കൊരു അതിനുള്ളൊരു എനർജിയും ധൈര്യവും ഒക്കെ തന്നു. ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം മേക്കപ്പ് ചെയ്യാനാണ്.
ഇതിന് 2 ഷോർട്സ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് മെസ്സേജ് വന്നു. ഒത്തിരി പേർക്ക് ഇത് ഞാൻ ചെയ്യുന്നത് കണ്ടപ്പോഴത്തേക്കും വളരെ സന്തോഷമായി. ഇത് ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യാനും പഠിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഈ കാലുവേദനയൊക്കെ കാരണമാണ് പഠിക്കാതിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ശരിക്കും നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വേദന നമുക്ക് ഡോക്ടേഴ്സ് ചെയ്യരുത് എന്ന് പറയുന്നതാണെങ്കിൽ ഓക്കെ, ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പം ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ, അപ്പം എനിക്ക് നന്ദുവിന് വേണ്ടി അങ്ങനെ അരങ്ങേറ്റം ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ നമുക്കൊന്നിനും ഒരു ഏജ് എന്നൊരു ഫാക്ടറുണ്ട്. പ്രായമായി ഇനി ഇതിനൊന്നും വയ്യ അങ്ങനെ വിചാരിച്ചൊരിക്കലും ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ചെയ്യുന്നതിൽ 30 വയസ്സ് മുതൽ 58-59 വയസ്സ് വരെ ഉള്ളവർ ഈ 7 പേരിലുണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. കാരണം ഏജ് എന്ന് പറയുന്നൊരു ഫാക്ടർ ഒന്നിനും ഒരു തടസ്സമല്ല. നമ്മുടെ മനസ്സാണ് നമ്മുടെ എല്ലാം. നമുക്ക് ചെയ്യണം എന്ന് അത്രയധികം ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വേദനകൾ, നമ്മുടെ അസുഖങ്ങൾ ഒന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ അത്ര ഇൻറ്റൻസ് ആണെങ്കിൽ, നമുക്ക് അത്രത്തോളം ചെയ്യാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ആ വേദനകളെയും പ്രായത്തിനെയും ഒക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അത്ര ഇൻറ്റൻസ് ആഗ്രഹം ആണെങ്കിൽ മാത്രം. അല്ല നമ്മൾ വെറുതെ ഒരു രസത്തിന് ചെയ്യാനിരിക്കുന്നതാണെങ്കിൽ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ മടിയാവും. കാരണം ഇതൊന്നും അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഡാൻസ് ആണെങ്കിൽ എന്താണെങ്കിലും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ എന്താണെങ്കിലും പഠിച്ച് നമ്മൾ അതിനോടൊരു ഡെഡിക്കേഷൻ വേണം. ഒന്നും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്നതല്ല. ഇപ്പം ഇതാണെങ്കിൽ തന്നെ ഞങ്ങൾ കുറച്ചധികം നാളായിട്ട് പഠിച്ച് 1 വർഷത്തോളം പഠിച്ച് ചെയ്തതാണ്. അപ്പം എല്ലാം നമ്മളൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ ഒന്നിനും ഒരു ഏജോ അല്ലെങ്കിൽ അസുഖങ്ങളോ ഒന്നും പ്രശ്നമല്ല. നിങ്ങൾ ഏത് പ്രായത്തിലും ഇഷ്ടമുള്ള പാഷൻ നമുക്ക് തുടരാൻ പറ്റും. എൻ്റെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു കഴിഞ്ഞത്. വലിയൊരു ആഗ്രഹം നടന്ന് എൻ്റെ ലൈഫ് ഒന്ന് കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു തോന്നലാണ് എനിക്കതിന് ശേഷം. അപ്പം എല്ലാവരോടും, മുരളിയേട്ടനോട്, നന്ദൂട്ടിയോട്, ഈശ്വരനോട് എല്ലാവരോടും ഒരു വലിയ താങ്ക് യു. പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയതിന്, പിന്നെ എൻ്റെ ഗുരു ഗായത്രിയോട്, ICHCയിലെ മീന ടീച്ചറിനോട് നന്നായിട്ടാണ് മീന ടീച്ചറും ഗായത്രിയും കൂടെ ഈ അരങ്ങേറ്റം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്തൊരു പ്രോഗ്രാമായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഓർക്കസ്ട്ര ടീം. അപ്പം എല്ലാവരോടും ഒരു വലിയ ഗ്രാറ്റിറ്റ്യൂഡ്. വീണ്ടും 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 ഞാൻ പറയുകയാണ്, അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ ഈ അരങ്ങേറ്റം കഴിഞ്ഞിട്ട്. അപ്പം എല്ലാവരോടും വീണ്ടും താങ്ക് യു.